നമസ്കാരം. ധർമ്മടം MLA-യും പാണ്ഡ്യാലമുക്ക് സ്വദേശിയുമായ വിജയന്റെ മകൾ വീണ മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം കത്തി നിൽക്കുകയാണല്ലോ. തലയ്ക്ക് വെളിവും വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത 10-25 അന്തം കമ്മികൾ ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിൽ സുഖവാസത്തിലാണ്. ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് ചോദിച്ചാൽ അവർക്കും ഇപ്പോൾ ഉത്തരമുണ്ടാകില്ല. നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അവരെ അന്തം കമ്മികൾ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കുന്നത്. ഈ മാസപ്പടി കേസ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് വിവരാവകാശ പ്രവർത്തകനായ കളമശ്ശേരി പുന്നക്കാട്ട് വീട്ടിൽ G. ഗിരീഷ് ബാബു ആയിരുന്നു. വെറും വിവരാവകാശ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല ഗിരീഷ് ബാബു. പ്രമുഖർ ഉൾപ്പെട്ട അഴിമതി കേസുകളിലെ പരാതിക്കാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. പാലാരിവട്ടം പാലം നിർമ്മാണത്തിലെ അഴിമതി, പ്രളയ ഫണ്ട് തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഫോൺ അഴിമതി, മാസപ്പടി തുടങ്ങി പല അഴിമതികളിലും നിയമപോരാട്ടം നടത്തുന്ന ആളായിരുന്നു ഗിരീഷ് ബാബു. ഈ ഗിരീഷ് ബാബു ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം 2023 സെപ്റ്റംബർ 18 മരണപ്പെട്ടു. വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ മതിയായ തെളിവുകളില്ല എന്ന കാരണം പറഞ്ഞ് കോടതി ഗിരീഷ് ബാബുവിൻ്റെ ആവശ്യം തള്ളുകയാണുണ്ടായത്. വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗിരീഷ് ബാബു കേരള ഹൈക്കോടതിയിൽ ഒരു പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തു. എന്നാൽ പിന്നീട് കേൾക്കുന്നത് ഗിരീഷ് ബാബു മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അദ്ദേഹത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് അന്ന് പോലീസ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിലും തെളിഞ്ഞത് അങ്ങനെ തന്നെയാണ്. 2016 മുതൽ 2021 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒരു കൊലപാതകത്തെ ആത്മഹത്യയോ ഹൃദയാഘാതമോ ഒക്കെ ആക്കി മാറ്റുന്നതിന് കേരളത്തിൽ യാതൊരു പ്രയാസവുമില്ലായിരുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരുന്ന അതേ ദിവസമാണ് ഗിരീഷ് ബാബു മരണപ്പെട്ടത്. ഹർജിക്കാരൻ്റെ മരണവിവരം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ഹർജി പരിഗണിക്കുന്നത് കോടതി 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഗിരീഷ് ബാബു മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കുറേ നാൾ ഈ കേസ് നടത്തി. കുറച്ച് ദിവസത്തിനകം അദ്ദേഹവും മരിച്ചു. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ CPM-നെ പ്രതിരോധത്തിലാക്കുന്നവരെ വെറുതെ വിട്ട ചരിത്രം CPM-നില്ല. അതെത്ര വലിയവരാണെങ്കിലും ശരി. TP ചന്ദ്രശേഖരനും AD-യും നവീൻ ബാബുവുമൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെയും മകനുടെയും കണ്ണിലെ കരട് ഷോൺ ജോർജാണ് മാസപ്പടി കേസിൽ SFIOയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, മാസപ്പടി കേസിൽ കിട്ടിയ അഴിമതിപ്പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നു കാണിച്ച് ഷോൺ ജോർജ് ED-ക്ക് കത്തയച്ചിട്ടുണ്ട്. UAE-യിലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന വീണയുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാസപ്പടി പണം മാറ്റിയെന്ന് കാണിച്ചാണ് ഷോൺ ED-ക്ക് നൽകിയ കത്തിൽ ആരോപിച്ചിരിക്കുന്നത്. വീണയും മുൻ ഭർത്താവ് സുനീഷുമാണ് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുമുള്ള വിവരവും ഷോൺ പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെ വിജയനെയും വീണയെയും കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ എന്തു വൃത്തികേടും ചെയ്യാൻ വിജയനും കൂട്ടരും മടിക്കില്ല. അതാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലൂടെ നമ്മൾ കണ്ടത്. എന്തായാലും ഷോൺ ജോർജ് ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും.